എല്ലാവർക്കും സാലീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ലഡു ആണ്. നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല നാടൻ രുചിയുള്ള ലഡു. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കടലപ്പൊടിയാണ്. 1 കപ്പ് കടലപ്പൊടിയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മുന്തിരിങ്ങയും വേണം, ഉണക്കമുന്തിരി. അത് ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് നെയ്യാണ്. പിന്നെ പഞ്ചസാര വേണം ലായനിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചതും വേണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ ഒന്ന് ആക്കിയെടുക്കണം. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കളറിന് വേണ്ടിയിട്ടാണ്. ഞാൻ പക്ഷേ ഇവിടെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേ രൂപത്തിലാക്കിയെടുക്കാം. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു അരിപ്പത്തവി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ആ തവി വെച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്നിങ്ങനെ ആക്കി കൊടുക്കാം. ഇത് അധികം മുരിയാനായിട്ട് പാടില്ല, അധികം ബ്രൗൺ കളർ ആവാനും പാടില്ല. അരിപ്പത്തവി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തത്തെ അരിപ്പ വെച്ചും ഇത് ചെയ്യാവുന്നതാണ്. നമുക്കിതേ രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിത് എല്ലാം കൂടെ ആക്കിയിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് എടുത്തു വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ലായനിയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിനകത്തേക്ക് 1.5 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവുമാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ആക്കിയെടുക്കേണ്ടത്. ഇതേ രീതിയിലാണ് നമുക്ക് പഞ്ചസാര ലായനി ആക്കിയെടുക്കേണ്ടത്, നല്ലൊരു കൊഴുത്ത രീതിയിൽ. ഇതിനകത്തേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. അതും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കടലമാവിനകത്ത് നല്ല മഞ്ഞ കളർ ഉണ്ടാകും, എന്നാൽ പോലും ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഞ്ചസാര ലായനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ ബൂന്തി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിൽ 3/4 ഭാഗത്തോളം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, 1/4 ഭാഗം മാത്രമേ ക്രഷ് ചെയ്യാണ്ട് വെച്ചിട്ടുള്ളൂ. അതിനകത്തേക്ക് നമുക്ക് ഇനി പഞ്ചസാര ലായനി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് ആക്കിയതിന് ശേഷം വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇത് സ്റ്റിക്കായിരിക്കും. അപ്പം നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും, നമുക്ക് നല്ല ഉരുളയായി കിട്ടുകയും ചെയ്യും. പിന്നെ അതിനകത്തേക്ക് ഒരു മുന്തിരിയും കൂടി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ ലഡുവും ഉരുട്ടിയെടുത്ത് ഇതേപോലെ വെക്കാം. നല്ല നാടൻ രീതി, നല്ല ബേക്കറി കിട്ടുന്ന അതേ സ്റ്റൈലാണ് നമുക്ക് ലഡു ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ അന്നേരം കഴിക്കുന്നതൊക്കെ നല്ലത് ഒരു ദിവസമൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുവാണെങ്കിൽ നല്ല കട്ടിയിലായിട്ട് കിട്ടും. നമ്മൾ അന്നേരം തന്നെ കഴിച്ചാൽ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പം നമ്മൾ പിറ്റേ ദിവസം കഴിച്ച് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ലഡു തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ബേക്കറി ടേസ്റ്റുമാണ്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.